നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളൊരു യൂട്യൂബറാണോ? നിങ്ങളുടെ വീഡിയോകൾക്ക് 10-20 വ്യൂസിൽ കൂടുതൽ ലഭിക്കുന്നില്ലേ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമുണ്ട്. യൂട്യൂബിൽ വീഡിയോകൾ വൈറലാകുന്നത് വെറുതെ ഭാഗ്യം കൊണ്ടല്ല, അതൊരു സയൻസാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂട്യൂബ് സജസ്റ്റഡ് വീഡിയോസ് എന്ന അത്ഭുതത്തെക്കുറിച്ചാണ്. സെർച്ച് ചെയ്തു വരുന്നവരേക്കാൾ 10 ഇരട്ടി പ്രേക്ഷകരെ നിങ്ങളുടെ ചാനലിലേക്ക് എത്തിക്കാൻ ഈ ഒരൊറ്റ ഫീച്ചർ മതി. 5000 വാക്കുകളിൽ ഒതുങ്ങുന്ന ഈ ഒരു കംപ്ലീറ്റ് ഗൈഡ് നിങ്ങൾ കണ്ടു തീർക്കുമ്പോൾ നിങ്ങളുടെ ചാനലിന്റെ ഗ്രാഫ് മുകളിലേക്ക് ഉയരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് യൂട്യൂബിന്റെ മനഃശാസ്ത്രമാണ്. യൂട്യൂബ് ഒരു ബിസിനസ്സാണ്. ആളുകൾ കൂടുതൽ സമയം ആപ്പിൽ ഇരുന്നാൽ മാത്രമേ അവർക്ക് പരസ്യങ്ങളിലൂടെ പണം ലഭിക്കൂ. അതുകൊണ്ട് ഒരാൾ ഒരു വീഡിയോ കണ്ടു തീർക്കാറാകുമ്പോൾ യൂട്യൂബ് അൽഗോരിതം ചിന്തിക്കും, ഇയാൾക്ക് അടുത്തതായി എന്ത് കാണാനായിരിക്കും താൽപ്പര്യം. ഈ സമയത്ത് യൂട്യൂബ് അയാൾക്ക് 3 തരത്തിലുള്ള ഓപ്ഷനുകൾ നൽകും. റിലേറ്റഡ് വീഡിയോസ്, കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുമായി നേരിട്ട് ബന്ധമുള്ളവ; റെക്കമെൻഡഡ് ഫോർ യു, ആ പ്രേക്ഷകന്റെ മുൻപത്തെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ളവ; അപ്പ് നെക്സ്റ്റ്, ഓട്ടോമാറ്റിക്കായി പ്ലേ ആകുന്ന അടുത്ത വീഡിയോ. നിങ്ങളുടെ വീഡിയോ ഈ ലിസ്റ്റുകളിൽ വരണമെങ്കിൽ നിങ്ങൾ അൽഗോരിതത്തിന്റെ ഭാഷയിൽ സംസാരിക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സജഷൻ ലിസ്റ്റിൽ നിങ്ങളുടെ വീഡിയോ വന്നാൽ മാത്രം പോരാ, ആളുകൾ അത് ക്ലിക്ക് ചെയ്യണം. ഇതിനെയാണ് CTR എന്ന് വിളിക്കുന്നത്. നിറങ്ങളുടെ ഉപയോഗം: മഞ്ഞ, ചുവപ്പ്, പച്ച തുടങ്ങിയ ഹൈ കോൺട്രാസ്റ്റ് നിറങ്ങൾ തംബ്നെയിലിൽ ഉപയോഗിക്കുക. മുഖഭാവങ്ങൾ: മനുഷ്യന്റെ മുഖമുള്ള തംബ്നെയിലുകൾക്ക് ക്ലിക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് അത്ഭുതമോ ആകാംക്ഷയോ പ്രകടിപ്പിക്കുന്ന മുഖങ്ങൾ. വാചകങ്ങൾ: തംബ്നെയിലിൽ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ ആവർത്തിക്കരുത്. പകരം ഒരു ചോദ്യമോ അല്ലെങ്കിൽ ഇത് കണ്ടുനോക്കൂ എന്ന രീതിയിലുള്ള ആകാംക്ഷയോ നൽകുക. ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നിങ്ങളൊരു കഥ പറയുന്നത് പോലെ എഴുതുക. നിങ്ങളുടെ വീഡിയോയിലുള്ള പ്രധാനപ്പെട്ട വാക്കുകൾ, കീവേഡ്സ് ആദ്യത്തെ 3 വരികളിൽ വരണം. പ്രധാന ടിപ്പ്: നിങ്ങളുടെ കാറ്റഗറിയിലെ ഒരു പ്രമുഖ യൂട്യൂബറുടെ വീഡിയോയുടെ ടൈറ്റിലിലെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്തുന്നതുവഴി അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ വീഡിയോ വരാൻ അൽഗോരിതം സഹായിക്കും. പക്ഷെ ശ്രദ്ധിക്കുക, ഇത് സ്പാം ആകരുത്. വീഡിയോ സജഷനിൽ നിലനിൽക്കണമെങ്കിൽ പ്രേക്ഷകർ അത് മുഴുവൻ കാണണം. ഇതിനായി ഹുക്ക് വാല്യൂ CTA ഫോർമുല ഉപയോഗിക്കുക. ഹുക്ക്: ആദ്യ 10 സെക്കൻഡിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുക. വാല്യൂ: അവർക്കാവശ്യമുള്ള അറിവോ വിനോദമോ കൃത്യമായി നൽകുക. കോൾ ടു ആക്ഷൻ CTA: വീഡിയോയുടെ ഇടയിലോ അവസാനമോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുക. നിങ്ങളുടെ ഒരു വീഡിയോ കാണുന്നയാൾ നിങ്ങളുടെ അടുത്ത വീഡിയോ കൂടി കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എങ്കിൽ പ്ലേലിസ്റ്റുകൾ നിർബന്ധമാണ്. സമാനമായ ടോപ്പിക്കുകൾ ഒരു പ്ലേലിസ്റ്റിലാക്കുമ്പോൾ യൂട്യൂബ് അവയെ ഒരു സീരീസായി കണക്കാക്കും. ഇത് നിങ്ങളുടെ വീഡിയോകൾക്കിടയിൽ തന്നെ ട്രാഫിക് ഉണ്ടാക്കാൻ സഹായിക്കും. വീഡിയോ കഴിയുമ്പോൾ പ്രേക്ഷകൻ ചാനൽ വിട്ടുപോകാൻ അനുവദിക്കരുത്. ഈ വീഡിയോ കണ്ടുകഴിഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ 2ാം ഭാഗമായ ഈ വീഡിയോ കൂടി കണ്ടുനോക്കൂ എന്നു പറഞ്ഞ് എൻഡ് സ്ക്രീനിലേക്ക് അവരെ നയിക്കുക. ഇത് നിങ്ങളുടെ ചാനലിന്റെ മൊത്തത്തിലുള്ള വാച്ച് ടൈം വർദ്ധിപ്പിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 5 കാര്യങ്ങൾ — മികച്ച തംബ്നെയിൽ, കൃത്യമായ ഡിസ്ക്രിപ്ഷൻ, ഹൈ ഓഡിയൻസ് റിട്ടൻഷൻ, പ്ലേലിസ്റ്റുകൾ, എൻഡ് സ്ക്രീനുകൾ — ഇവ കൃത്യമായി പാലിച്ചാൽ നിങ്ങളുടെ ചാനൽ വളരുന്നത് ആർക്കും തടയാനാവില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റായി ചോദിക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.